ലൈലത്തുൽ ഖദറിന്റെ പുണ്യം തേടി ഇസ്ലാം മത വിശ്വാസികൾ പള്ളികളെ ഭക്തിസാന്ദ്രമാക്കി. 1000 മാസങ്ങളെക്കാൾ പുണ്യമേറിയ രാത്രിയാണ് ലൈലത്തുൽ ഖദർ അഥവാ നിർണയ രാവ് എന്നാണ് വിശ്വാസം. വ്രതവിശുദ്ധിയുടെ കാലത്തെ ഏറ്റവും പുണ്യമേറിയ രാത്രി 27-ാം ദിനത്തിലെ വ്രതത്തിന് മറ്റു ദിവസങ്ങളിലേതിനേക്കാൾ മഹത്വമുണ്ട്. വ്രതവിശുദ്ധിയുടെ ദിനരാത്രികളിൽ ഏറ്റവും പുണ്യമേറിയത് 27-ാം രാവിനാണെന്നാണ് ഇസ്ലാമിക വിശ്വാസം. റമദാനിലെ അവസാന 10-ലെ ഒറ്റയായ രാവുകളിലാണ് ലൈലത്തുൽ ബദർ എന്നാണ് പറയുന്നതെങ്കിലും 27-ാം രാവിന് കൂടുതൽ സാധ്യത പറയുന്നു. രാത്രി വിശ്വാസികൾ പള്ളികളിൽ ഇഫ്തിക്കാഫ് ഇരുന്ന ഉറക്കമൊഴിച്ച പ്രത്യേക പ്രാർത്ഥന നടത്തി. ലൈലത്തുൽ ഖദർ വിശ്വാസികൾക്ക് ഏറെ പ്രതീക്ഷ നൽകുന്ന മുഹൂർത്തമാണ്. റമദാൻ മാസത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ടുവെന്നതാണ്. ഖുർആൻ അവതരണത്തിന്റെ വാർഷികാഘോഷം കൂടിയാണ് റമദാൻ മാസം. പള്ളികളിലെത്തി ഖുർആൻ പാരായണം ചെയ്ത പ്രാർത്ഥനകളിൽ മുഴുകിയും അവർ സൃഷ്ടാവിന്റെ എല്ലാം സമർപ്പിച്ചു. പരിശുദ്ധ റമദാനിന്റെ പരിസമാപ്തിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. 27-ാം രാവിൻ്റെ പുണ്യമേറിയ രാവുകളെ പ്രതീക്ഷിച്ചുകൊണ്ടാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഈ പരിശുദ്ധ സുദിനത്തിൽ പള്ളികളിൽ രാത്രികളിൽ എഴുത്തിക്കാഫിലായി കഴിഞ്ഞും തസ്ബീഹ് നിസ്കാരങ്ങൾ, പ്രാർത്ഥനകൾ ഒക്കെ നിർവഹിച്ചും അത്യാദരപൂർവമാണ് ഈ ദിവസത്തെ വരവേൽക്കുന്നത്. 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠതയുള്ള പരിശുദ്ധമായ രാത്രിയാണ്. അള്ളാഹുവിൻ്റെ മാലാഖമാർ വാനലോകത്ത് നിന്ന് വിശ്വാസികളെ ഹസ്തദാനം ചെയ്യാൻ കടന്നു വരുമെന്ന് പരിശുദ്ധ ഖുർആനിലും ഹദീസുകളിലുമൊക്കെ വന്നിട്ടുള്ള രാത്രിയാണിത്. ഏറെ പുണ്യമുള്ള ഈ രാത്രിയിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളും പരസ്പര സഹകരണ പ്രവർത്തനങ്ങളുമൊക്കെ നിർവഹിച്ചുകൊണ്ടാണ് ഈ ദിനത്തെ വരവേൽക്കുന്നത്. അതോടൊപ്പം തന്നെ ഇത്തവണത്തെ 27-ാം രാവിന് വളരെയധികം പ്രാധാന്യമുണ്ട്. 27-ാം രാവും വെള്ളിയാഴ്ച രാവും ഒരുമിച്ച് കൂടിയാൽ അന്ന് തന്നെയായിരിക്കും ലൈലത്തുൽ ഖദർ എന്നാണ് പരിശുദ്ധ ഖുർആനിൽ വന്നിട്ടുള്ളത്. 27-ാം രാവിനൊപ്പം തന്നെ വെള്ളിയാഴ്ച രാവായിരുന്നു എന്നതും കഴിഞ്ഞ രാത്രിയുടെ പുണ്യം വർദ്ധിപ്പിച്ചു. 27-ാം രാവിനോട് അനുബന്ധിച്ച വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. കുട്ടമശ്ശേരി ചാലക്കൽ മഹല്ല് ജമാഅത്തിന്റെ നേതൃത്വത്തിൽ പള്ളിയിൽ മാസം തോറും നടത്തിവരുന്ന ദിക്ർ ഹൽക്കയുടെ വാർഷികവും 27-ാം രാവിനോടനുബന്ധിച്ചുള്ള പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. പ്രാർത്ഥനകൾക്ക് കുട്ടമശ്ശേരി ചാലക്കൽ മഹല്ല് ഖത്തീബ് അഷ്റഫ് ഹുദവി, മുഹുദ്ദീൻ, ജുബീസ് ലത്തീഫി എന്നിവർ നേതൃത്വം നൽകി. റമദാനിലെ അവസാന വെള്ളിയാഴ്ചയായ ഇന്ന് വിശ്വാസികൾ പള്ളികൾ പ്രാർത്ഥന നിർഭരമാക്കി. B&B Fashions and Footwears, സെന്റ് ആന്റണീസ് ചാപ്പലിന് സമീപം പൂപ്പാനി റോഡ്, ഐമുറിക്കവല.